ഹായ്, രണ്ട് വിവാഹങ്ങൾ ഒത്തിരി സന്തോഷത്തോടു കൂടി ആരാധകർ കയ്യിലെടുത്ത ഒരു വലിയ സന്തോഷമുള്ള രണ്ട് വിവാഹങ്ങൾ. ഒന്ന് പിന്നെ സീതത്തോടിലെ ദീപ്തിയുടെ വിവാഹം. അപ്പോൾ അതിനകത്ത് കുറേ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റിയൊന്നും ഡെപ്തിൽ എനിക്ക് അറിയാത്തതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് ആ പെൺകുട്ടിയുടെ ആ ലൈഫിൽ അവളെടുത്ത ആ ഒരു തീരുമാനം അത് ഭയങ്കര അക്സെപ്റ്റൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഒരുപാട് പെൺകുട്ടികൾക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നതാണ്. സീതത്തോണിൻ്റെ ലൈഫിനെ പറ്റി എനിക്ക് അറിയത്തില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡെപ്തിൽ അതിലേക്ക് പോകുന്നില്ല. മുൻപൊക്കെ ഇങ്ങനെ വീഡിയോസിൽ കേട്ടിട്ടുള്ളതേ ഉള്ളൂ. നമ്മൾ ഒരു സൈഡ് മാത്രമേ കേട്ടിട്ടുള്ളൂ, അതർ സൈഡ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത് അവർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ, അത് അതർ പേഴ്സൻ്റെ എന്താണെന്നുള്ളത് നമുക്ക് അറിയാത്തിടത്തോളം അയാളെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ. പിന്നെ പലപ്പോഴും വീഡിയോസിലൊക്കെ തന്നെ മുൻപുള്ള വീഡിയോസിലൊക്കെ തന്നെ ഭർത്താവ് വരാൻ തയ്യാറായിട്ട് ഇതുവരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്കിടയിൽ അന്ന് തന്നെ പാളീച്ചകൾ ഉണ്ടെന്നാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത്. എന്ത് തന്നെ ആയിരുന്നാലും ആ ഒരു ബന്ധം നശിപ്പിക്കപ്പെട്ടു. അതിൽ നിന്ന് മോചിതയായി, ആ ഡ്രോമയിൽ നിന്ന് മോചിതയായി പുള്ളിക്കാരത്തി പുതിയൊരു ജീവിതത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് ഒത്തിരി സന്തോഷം തരുന്നതാണ്. ആ കുടുംബം ഒന്നടങ്കം സന്തോഷിച്ചുകൊണ്ട് അത് നല്ല പോലെ ഇതെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ആ വിവാഹം നടന്നു. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇത് കൺഗ്രാജുലേറ്റ് ചെയ്യണമെന്ന് തോന്നി. നമ്മളെന്നും വിളിച്ചില്ല കേട്ടോ, സാരില്ല, നമ്മളെന്നും വിളിക്കണ്ട. ഈ രണ്ടാമത്തെ വിവാഹം ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോബിൻ ആരതി പൊടിയുടെയാണ്. അതും അങ്ങനെ തന്നെ, ആരെയും അധികം വിളിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അവർ തന്നെ, അത് ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല സിസ്റ്റമാണ്. ഒരു ക്വയറ്റ് പേഴ്സണലായ ഒരു സംഗതി തന്നെയാണ്. മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി വീഡിയോസൊക്കെ ഇട്ടാൽ മതി. അതിനപ്പുറം അങ്ങനെ ഒരു ക്രൗഡിലേക്ക് അവരെ കൊണ്ട് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. രഹസ്യമായി അത് ചെയ്ത് നല്ലതായി എന്ന് തന്നെയാണ് എനിക്ക്. രഹസ്യം എന്ന് പറഞ്ഞാൽ മീൻസ് അവർക്കിടയിലുള്ള രഹസ്യമല്ല, പബ്ലിക്കിൽ വലിയൊരു മെസ്സേജ് ഒന്നും കൊടുക്കാതെ ഡേറ്റ് ഒന്നും കറക്റ്റ് പറയാതെ ഒരു വിവാഹം. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വൺ മാൻസ് ട്രാഷ് അനദർ മാൻസ് ട്രഷർ എന്നുള്ളൊരു കാര്യമാണ്. പല ബന്ധങ്ങളിലും നമ്മൾ കടിച്ചു തൂങ്ങി കിടക്കുന്നത് ആ ബന്ധം വിട്ടുപോയാൽ പൊതുസമൂഹം എന്തു പറയും എന്നുള്ളത് ഓർത്തിട്ടാണ്. അത് പൊതുസമൂഹത്തിനേക്കാൾ വാല്യൂ നമ്മളുടെ ഫീലിങ്സിനുണ്ടെന്ന തിരിച്ചറിവുള്ളവരാരും ഇങ്ങനെ ഒരു ബന്ധത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കത്തില്ല. അതൊരു തെറ്റായ പരിപാടിയാണ്. ചില ബന്ധങ്ങൾ നമ്മൾ കല്യാണം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയ കുറച്ച് ദിവസങ്ങളിൽ തന്നെ നമുക്ക് പരസ്പരം ഇത് യോജിച്ചു പോവില്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകും. ആ തിരിച്ചറിവുണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മൾ തീരുമാനിക്കുന്ന തീരുമാനം ഒന്നുകിൽ അതുമായി കണ്ടിന്യൂ പോവുക, അല്ലെങ്കിൽ ഇയാൾ തിരുത്തി ഇയാൾ നന്നായി വരും, അല്ലെങ്കിൽ ഇവൾ ശരിയാകും എന്ന രീതിയിൽ മുൻപോട്ട് പോകുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ മൂർച്ഛിക്കുന്നത്. നമുക്കത് പൊരുത്തപ്പെട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് രണ്ടുപേരും കൂടെ ഇരുന്നാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സമൂഹത്തിന് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും ഒന്ന് സാക്രിഫൈസ് ചെയ്യാൻ പോകരുത്. കാരണം നിങ്ങളുടെ ഏറ്റവും കംഫർട്ട് സോണാണ് നിങ്ങളുടെ ബെഡ്റൂം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയാസ്. അവിടേക്ക് നിങ്ങൾ ഏറ്റവും ടോക്സിക്കായ ഒരു പേഴ്സണെ കൊണ്ടുവന്ന് വെക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. ഒരിക്കലും ചെയ്യരുത്. അത് വിട്ടു വന്നാൽ അനദർ മാൻ വിൽ ബി ദെയർ ഓർ അനദർ ഗേൾ വിൽ ബി ദെയർ. ഇത് രണ്ടുപേരുടെയും വിവാഹം ചേർത്ത് വെച്ച് പറയണമെന്ന് തോന്നിയത് കൊണ്ട് എടുത്തതാണ്. റോബിൻ്റെ വിഷയത്തിൽ ഞാൻ പറയാം, ആ പെൺകുട്ടി ഉപയോഗിക്കുകയാണ് ചെയ്തത് റോബിനെ. കാരണം റോബിനെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് ആദ്യം നമുക്ക് തെളിയിച്ചു തന്നത് മറ്റേ കുട്ടിയാണ്. ആ കുട്ടി പേര് പറയുന്നില്ല, അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അവളുടെ എന്താണ് അവളുടെ ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ അവൾക്ക് ആ കപ്പ് കിട്ടാൻ റോബിനെ കൊണ്ട് സാധിച്ചു. അതിൽ അവൻ നേരിട്ട ഒരു മോശം അല്ലെങ്കിൽ അവൻ നേരിട്ട ഒരു വിഷമം അത് കവർ ചെയ്യാൻ അവളെക്കാൾ സുന്ദരിയായൊരു മറ്റൊരു കുഞ്ഞ്, അവളെക്കാൾ നല്ല സ്വഭാവമുള്ള മറ്റൊരു കുട്ടി അവൾ വന്നു ചേർന്നു എന്നുള്ളതാണ്. ഒരുപാട് പ്രാവശ്യം പേടിയുണ്ടായിരുന്നു, ഇത് തെറ്റിപ്പോകുമോ, ആരെങ്കിലും ഇതിനകത്ത് പാര വയ്ക്കുമോ, ഇവർ തമ്മിൽ തെറ്റുമോ, അത് ഒരിക്കലും ആ പയ്യനത് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ്റെ ക്യാരക്ടർ അസാസിനേഷൻ ഉണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ഇപ്പം എനിക്കറിയാം റോബിനെയൊക്കെ എനിക്ക് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് പേയാടെന്ന് പറയുന്ന ഒരാളുമായിട്ട് അവനുണ്ടായിരുന്ന ഇഷ്യൂവിലൂടെയാണ് അവൻ ഒരുപാട് രീതി തകർന്നു പോയത്. പക്ഷേ അതേപോലെ ഒരു അവസ്ഥയിൽ കൂടെ ഞാനും പോയിരുന്നു. ഈ പേപ്പട്ടി പേയാട് കാരണം എനിക്കും ഒരുപാട് രീതിയിൽ മാനഹാനി ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അമ്മയെ പോലും മോശമായ രീതിയിൽ പറഞ്ഞു. ഇത്രയും വൃത്തികെട്ടൊരു സൗഹൃദം കൊണ്ട് നടന്നതിനുള്ള പണിഷ്മെൻറ്റ് പേയാടിന് കിട്ടി എന്നാണ്, ഐ മീൻ ഈ നമ്മുടെ റോബിന് കിട്ടി എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റോബിൻ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരാൻ കാരണമായത് ആരതിയാണ്. അപ്പോൾ ആരതി നല്ലൊരു പാർട്ട്ണറാണ്. എല്ലാ പ്രോബ്ലംസും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ രീതിയിലുള്ള മെറിറ്റും ഡീമെറിറ്റും മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും നാൾ പരിചയം വെച്ച് അതിനുള്ളിൽ അവനെ ഏറ്റവും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, ഏറ്റവും സപ്പോർട്ട് ചെയ്യേണ്ട അവസരങ്ങൾ, എസ്പെഷ്യലി അവൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എയർപോർട്ടിൽ വെച്ച് ഹെഡ് ചെയ്ത് സംസാരിച്ച ഒരു കാര്യം, അത് ഭയങ്കര അക്സെപ്റ്റൻസ് ഉള്ള ഒരു കാര്യമായിരുന്നു. എനിക്കതിനകത്ത് ഒരുപാട് റെസ്പെക്റ്റ് തോന്നി ആരതിയോട്. അങ്ങനെയുള്ളൊരു പാർട്ട്ണറെ കിട്ടുക എന്ന് പറയുന്ന ഭാഗ്യം തന്നെയാണ്. സോ അവരുടെ ലൈഫ് വളരെ ബ്രൈറ്റായി നന്നായി പോകട്ടെ എന്നുള്ള ആശംസകൾ. ഇനി സീതത്തോടിൻ്റെ ഇഷ്യൂ ഞാൻ പറഞ്ഞില്ല, ഓൺ സൈഡ് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, അതർ സൈഡ് നമുക്ക് അറിയത്തില്ല. ബട്ട് സ്റ്റിൽ ആ പെൺകുട്ടി ഒരുപാട് അനുഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്.
ഇനിയും കൂടുതൽ വീഴ്ചകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാകാതെ ഈ ബന്ധം ഒരുപാട് നാൾ നീണ്ടു പോകാനും സ്വസ്ഥമായി ജീവിക്കാനും അവർക്ക് ഉപകരിക്കട്ടെ എന്ന് മാത്രം കരുതുന്നു. ഇൻ ഡെപ്തിൽ എനിക്ക് അവരുടെ സ്റ്റോറിയൊന്നും അറിയത്തില്ല. ആ പയ്യൻ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നും അറിയത്തില്ല. പക്ഷേ അവളുടെ കൂടെ സ്വസ്ഥമായി അവൻ സന്തോഷമായി നിൽക്കുന്നതാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അത് മുൻപോട്ട് അങ്ങനെ തന്നെ പോകട്ടെ. പല പെൺകുട്ടികളും മടിച്ചു നിൽക്കുന്ന ഒരു സംഗതിയാണ് സമൂഹം എന്ത് പറയും, മറ്റുള്ളവരെന്ത് പറയും എന്നുള്ള ഒരു, അതിനേക്കാളൊക്കെ മുകളിലാണ് എൻ്റെ സന്തോഷം, എൻ്റെ സമാധാനമെന്ന് തിരിച്ചറിഞ്ഞ കുട്ടിയാണ് സീതത്തോടിലെ ആ കുട്ടി. അപ്പോൾ അവൾക്കും വിവാഹം. പക്ഷെ ഇവർ രണ്ടുപേരും ഞങ്ങളെ ഒന്നും വിളിച്ചില്ല. അതൊരു സങ്കടമുണ്ട്. എനിക്കതിൽ ഭയങ്കര സങ്കടമുണ്ട്. ഒന്നുമില്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു. പോവില്ല, എന്നാലും ഒന്ന് വിളിക്കാമായിരുന്നു. അപ്പം ഞങ്ങൾക്കൊക്കെ ഓരോ ബിരിയാണി 2 കൂട്ടരും പാഴ്സൽ അയക്കേണ്ട ഒരു അത്യാവശ്യ ഘട്ടമുണ്ട്. ഇതൊക്കെ നമുക്ക് പറയാനേ പറ്റുള്ളൂ. എന്തായാലും നിങ്ങളൊക്കെ ഞങ്ങളുടെ വീഡിയോ കാണും. ശീതത്തോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും ഒന്ന് ക്ഷണിക്കണമായിരുന്നു. ചുമ്മാ വരാതിരിക്കുകയൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ, എന്നാലും ഒന്ന് പറയാമായിരുന്നു. പറഞ്ഞില്ല എന്നുള്ള സങ്കടം ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുന്നു. വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഈ വസ്ത്രത്തിലൊക്കെ കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര സമാധാനമാണ്. ശരിയാണ്, അവർ ലൈഫിൽ പുതിയൊരു ജീവിതവുമായി മുൻപോട്ട് പോകുന്നു. നല്ലത് വരട്ടെ, നല്ലത് നടക്കട്ടെ. കണ്ടതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് തിരിച്ചറിവ് മാത്രമല്ല, ഇത് ഫോളോ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഇത് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ലൈഫ് ആണ് എന്നുള്ളതാണ്. സീതത്തോണ്ട കേസാണ്. എത്രത്തോളം ഉപദ്രവിക്കാമോ, ടോക്സിക്കായ ഒരു വൃത്തികെട്ട റിലേഷൻഷിപ്പിൽ നിന്ന് ഓവർകം ചെയ്ത് പുറത്തേക്ക് വന്ന പെൺകുട്ടി മറ്റൊരാളുടെ സപ്പോർട്ടോടു കൂടി ജീവിതത്തിലേക്ക് തിരിച്ച് നടക്കുന്ന കാണുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നും. ഓരോരുത്തരും ഇത് ചിന്തിക്കണം. നമ്മൾ കടിച്ചു തൂങ്ങാൻ പോകരുത്. നമ്മളെ വേണ്ടാത്തടത്തേക്ക് നമ്മൾ നിൽക്കാനേ പാടില്ല. എപ്പം നമുക്ക് അവിടെ ഒരു സ്പേസ് ഇല്ലെന്ന് തോന്നിയോ, സ്റ്റെപ്പ് ഔട്ട്. ആ വെരി നെക്സ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ ചെയ്യേണ്ടത് അതാണ്. അത് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവണം. സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാൾക്കും ഇതുപോലെ കടിച്ചു തൂങ്ങാനോ അടിമയാകാനോ പറ്റത്തില്ല എന്നുള്ളതാണ് വസ്തുത. സോ 2 പേർക്കും ഒത്തിരി ഒത്തിരി ആശംസകൾ. എൻ്റെ ഹൃദയം നിറഞ്ഞ മംഗളാശംസകൾ. താങ്ക് യു.